നമ്മൾ പലപ്പോഴും നമ്മുടെ ക്രെഡിറ്റ് കാർഡ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനും അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഉപയോഗിക്കാനായിട്ട് കൊടുക്കാറുണ്ട്. പലപ്പോഴും അവരെ സഹായിക്കാനായിട്ട്, അവരെ ഫൈനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാനായിട്ട് കൊടുക്കുന്നതായിരിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ റിവാർഡ് പോയിന്റും ക്യാഷ് ബാക്കും ലക്ഷ്യം വെച്ച് അവർക്ക് ഉപയോഗിക്കാനായിട്ട് കൊടുക്കുന്നതായിരിക്കാം. പക്ഷേ ഇങ്ങനെയുള്ള ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ നമ്മുടേതല്ലാത്ത ട്രാൻസാക്ഷൻ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നടത്തുമ്പോൾ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കുറച്ച് ന്യൂസ് അപ്ഡേറ്റ്സുകൾ കഴിഞ്ഞ ലാസ്റ്റ് വീക്കിലൊക്കെ ആയിട്ട് പല മീഡിയാസിലും വന്നിരുന്നു. ഞാനൊരു 3 ആർട്ടിക്കിൾ അങ്ങനെ നോട്ട് ചെയ്തിരുന്നു. ഒന്നാമത്തെ ന്യൂസ് ആർട്ടിക്കിൾ ഇതാണ്. ഒരു മുംബൈ സ്വദേശി, അദ്ദേഹം IT റിട്ടേണിൽ അദ്ദേഹത്തിന് ഇൻകമായിട്ട് ഡിക്ലെയർ ചെയ്തത് 6.3 lakh ആണ്. പക്ഷേ അദ്ദേഹം ആ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ ക്രെഡിറ്റ് കാർഡ് ബില്ലായിട്ട് അടച്ചത് 27.65 ലക്ഷം രൂപയാണ്. അതിൽ ഏകദേശം 13.95 lakh rupees ക്യാഷ് ആയിട്ടാണ് ക്രെഡിറ്റ് കാർഡ് ബില്ല് അടച്ചത്. അപ്പോൾ IT ഡിപ്പാർട്ട്മെന്റ് അത് അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ക്യാഷ് ആയിട്ട് കൺസിഡർ ചെയ്യുകയും അതിന് നോട്ടീസ് അയക്കുകയും ചെയ്തു. രണ്ടാമത്തേത് ഒരു സാലറിഡ് എംപ്ലോയി 2 അസസ്മെന്റ് ഇയറിലായിട്ട് ടോട്ടൽ ക്രെഡിറ്റ് കാർഡ് ബില്ലായിട്ട് അടച്ചത് 11.83 lakh rupees ആണ്. IT ഡിപ്പാർട്ട്മെന്റ് ആ ഒരു എംപ്ലോയിയുടെ ഇൻകത്തിന്റെ സോഴ്സ് ചോദിച്ചുകൊണ്ട് നോട്ടീസ് അയച്ചു. ആ ഒരു കേസ് ഇപ്പോൾ ട്രൈബ്യൂണലിൽ എത്തുകയും ചെയ്തു. നമ്മളുടെ ഇൻകവും അതുപോലെ തന്നെ നമ്മളുടെ സ്പെൻഡിങ്ങും നമ്മളുടെ എക്സ്പെൻസ് നമ്മൾ മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ നോട്ടീസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പലപ്പോഴും നമ്മളുടെ ക്രെഡിറ്റ് കാർഡുകൾ നമ്മുടെ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാനായിട്ട് കൊടുക്കുന്ന സമയത്ത് അവരത് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യും. ആ ഒരു എമൗണ്ട് റീപേ ചെയ്യാനായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് തിരികെ അയക്കും. അപ്പോൾ നമ്മളുടെ IT റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിക്ലെയർ ചെയ്ത ഇൻകത്തിനേക്കാൾ കൂടുതലായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ വന്നിട്ടുണ്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു മിസ്മാച്ച് വന്നു. നമ്മുടെ ഇൻകം അതുപോലെ തന്നെ നമ്മുടെ എക്സ്പെൻസ് നമ്മൾ അവിടെ ഒരു മിസ്മാച്ച് വന്നു. സോ നോട്ടീസ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ അതിന് പ്രോപ്പറായിട്ട് എക്സ്പ്ലനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ നമ്മളതിന് പുറകെ പോകേണ്ടതായിട്ട് വരും. ഇനിയിപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ നമ്മൾ കൊടുത്ത ആ ഒരു ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊന്നും അക്സെപ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പീലിന് പോകേണ്ടതായിട്ട് വരും. ഈ പറഞ്ഞ രീതിയിൽ ട്രൈബ്യൂണലിൽ നമ്മൾ കേസ് ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും. സോ അതിന് പുറകെ പോകേണ്ടതായിട്ട് വരും. നോട്ടീസ് അയക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. നമ്മൾ നോട്ടീസ് വരുന്ന സമയത്ത് പ്രോപ്പറായിട്ട് അതിന് എക്സ്പ്ലനേഷൻ കൊടുത്തു, അതിന് സപ്പോർട്ട് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഒഴിവാക്കാനായിട്ട് സാധിക്കും. എന്നിരുന്നാലും നമ്മുടെ ഡിക്ലെയർഡ് ഇൻകവും അതുപോലെ തന്നെ നമ്മുടെ എക്സ്പെൻസ് നമ്മൾ മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ നോട്ടീസ് ലഭിച്ചേക്കാം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഹൈപ്പ് ബട്ടൺ വന്നു കഴിഞ്ഞാൽ അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. വെൽക്കം ടു അനദർ വീഡിയോ. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള എല്ലാ ട്രാൻസാക്ഷനും മോണിറ്റർ ചെയ്യുന്നില്ലെങ്കിലും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ്, അതിപ്പോൾ പർച്ചേസ് ആണെങ്കിലും അല്ലെങ്കിൽ ബിൽ റീപേയ്മെൻറ്റ് ആണെങ്കിലും അത് SFT റൂൾസിൻ്റെ അണ്ടറിൽ IT ഡിപ്പാർട്ട്മെൻറ്റിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. IT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ പോർട്ടൽ ലോഗിൻ ചെയ്ത് AS ഡോക്യുമെൻ്റ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ കാണുവാനായിട്ട് സാധിക്കും. നോർമലി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ക്രെഡിറ്റ് കാർഡ് റിലേറ്റഡ് ട്രാൻസാക്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തേത് ഒരു സാമ്പത്തിക വർഷത്തിലെ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റ്, അത് ഡിജിറ്റൽ ബിൽ പേയ്മെൻറ്റ് 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വന്നു കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അത് മൊത്തത്തിലുള്ള ബിൽ പേയ്മെൻറ്റ് ആണ്. അത് UPI വഴിയാകാം, നെറ്റ് ബാങ്കിങ് വഴിയാകാം, ഡെബിറ്റ് കാർഡ് വഴിയാകാം. അങ്ങനെ ഡിജിറ്റൽ പേയ്മെൻറ്റ് മെത്തേഡ്സ് വഴി നമ്മൾ ചെയ്യുന്ന ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റ് ഒരു സാമ്പത്തിക വർഷത്തിൽ 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വന്നു കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ ഉള്ളത് ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റ് ക്യാഷ് രൂപത്തിലാണെങ്കിൽ ഒരു സാമ്പത്തിക വർഷം ടോട്ടൽ 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ക്യാഷ് വഴിയുള്ള ബിൽ റീപേയ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അതും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള ഫോറിൻ ട്രാൻസാക്ഷൻസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസും ഓൾസോ SFT റൂൾസ് വഴി IT ഡിപ്പാർട്ട്മെന്റിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇനി ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ കഴിഞ്ഞ ദിവസം വന്ന 1-2 ന്യൂസ് അപ്ഡേറ്റ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്നാമത്തേത് ഒരു വ്യക്തി, മുംബൈ സ്വദേശി, ഏകദേശം 6.3 lakh rupees ആണ് ഇൻകം ആയിട്ട് ഡിക്ലെയർ ചെയ്തത്. പക്ഷേ അദ്ദേഹം ആ സാമ്പത്തിക വർഷം ക്രെഡിറ്റ് കാർഡ് ബില്ലായിട്ട് അടച്ചത് 27.65 ലക്ഷം രൂപയായിരുന്നു. അതിൽ തന്നെ 13.95 lakh rupees ക്രെഡിറ്റ് കാർഡ് ബില്ല് റീപേ ചെയ്തത് ക്യാഷ് രൂപത്തിലാണ്. ഈ ഒരു കേസിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ക്വസ്റ്റ്യൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു വ്യക്തി ഓൾറെഡി അദ്ദേഹത്തിന് ഇൻകം ആയിട്ട് ഡിക്ലെയർ ചെയ്തത് 6,30,000 രൂപയാണ്. അപ്പോൾ അത്രയും ലോ ഇൻകം ഉള്ള ഒരു വ്യക്തി എങ്ങനെയാണ് ഇത്രയും വലിയ ക്രെഡിറ്റ് കാർഡ് ബില്ല് റീപേ ചെയ്തത്, ഇത്രയും വലിയ എക്സ്പെൻസ് അദ്ദേഹത്തിന് എങ്ങനെയാണ് വന്നത്? അതിൽ തന്നെ 13.95 lakh rupees ക്യാഷ് രൂപത്തിലാണ് റീപേയ്മെന്റ് വന്നിരിക്കുന്നത്. സോ ലോ ഇൻകം ഉള്ള ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത്രയും വലിയ ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ് അഫോർഡ് ചെയ്യാൻ സാധിച്ചത്, അതും അദ്ദേഹത്തിന് ക്യാഷ് ആയിട്ട് എങ്ങനെയാണ് അഫോർഡ് ചെയ്യാൻ സാധിച്ചതെന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ക്വസ്റ്റ്യൻ ചെയ്തു. ഒഫീഷ്യൽസ് ആ ഒരു ഫണ്ട് അൺഎക്സ്പ്ലെയിൻഡ് ഇൻകം ആയിട്ട് കണക്കാക്കുകയും അതിന്റെ ക്ലാരിഫിക്കേഷൻ ചോദിച്ചുകൊണ്ട് ആ ഒരു വ്യക്തിക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തു. അതിന് മറുപടിയായിട്ട് ഒരു വ്യക്തി പറഞ്ഞത് ഇതാണ്: ആ ഒരു ഫണ്ട് അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഫാമിലി മെമ്പേഴ്സ് അദ്ദേഹത്തിനെ സാമ്പത്തികമായിട്ട് ഹെൽപ്പ് ചെയ്തു, അതുപോലെ തന്നെ ഗിഫ്റ്റ് ആയിട്ടും പണം നൽകി. അങ്ങനെയാണ് അത്രയും വലിയൊരു ഫണ്ട് വന്നത് എന്നാണ് അദ്ദേഹം മറുപടി നൽകിയത്. അദ്ദേഹം നൽകിയ എക്സ്പ്ലനേഷനിൽ അദ്ദേഹം ക്ലെയിം ചെയ്തത് അദ്ദേഹത്തിന്റെ ഫാദർ ഏകദേശം 8 ലക്ഷം രൂപ നൽകി, അദ്ദേഹത്തിന്റെ മദർ ഏകദേശം 4.5 ലക്ഷം രൂപ നൽകി, വൈഫ് 3 ലക്ഷം രൂപ നൽകി. അദ്ദേഹത്തിന്റെ കടം വീട്ടാനായിട്ടാണ് ഫാമിലി മെമ്പേഴ്സ് ഈ ഒരു തുക നൽകിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് ഫാമിലി മെമ്പേഴ്സിന്റെ അഫിഡവിറ്റും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്തു, ബാങ്ക് റെക്കോർഡ്സ് നൽകി, അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിന്റെയൊക്കെ
ഇൻകം റിലേറ്റഡ് ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്തു. ഇങ്ങനെ ആ ഒരു വ്യക്തി ക്ലാരിഫിക്കേഷൻ നൽകിയെങ്കിലും ഫസ്റ്റ് തന്നെ IT ഡിപ്പാർട്ട്മെന്റ് ഈ ഒരു എക്സ്പ്ലനേഷൻ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ഫാമിലി മെമ്പേഴ്സ് അദ്ദേഹത്തിന് ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്തു എങ്കിലും ഇത്രയും വലിയ എമൗണ്ട് ക്യാഷ് രൂപത്തിൽ ട്രാൻസാക്ഷൻ നടത്തിയത് ജസ്റ്റിഫൈ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് IT ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞത്. അതേപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തതിനാൽ നൽകിയ അഫിഡവിറ്റും അത് സ്ട്രോങ് അല്ല എന്നാണ് IT ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞത്. അങ്ങനെ ഒരു കേസ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ അപ്പലേറ്റ് ട്രൈബ്യൂണലിലേക്ക് എത്തി മുംബൈ ഡിവിഷൻ ബെഞ്ചിലേക്കാണ് എത്തിയത്. അവിടെ ഒരു കേസ് എത്തിയ സമയത്ത് ആ ഒരു നോട്ടീസ് ലഭിച്ച വ്യക്തി നൽകിയ എക്സ്പ്ലനേഷനിൽ പകുതി അവിടെ അക്സെപ്റ്റ് ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ വൈഫിന്റെ ഫൈനാൻഷ്യൽ റെക്കോർഡും അതുപോലെ തന്നെ ബാങ്ക് ട്രാൻസാക്ഷൻ ഒക്കെ ജെന്യുവൻ ആണ്, അത് ക്രെഡിബിൾ ആണെന്ന് ആ ഒരു ബെഞ്ച് വിലയിരുത്തി. അതേപോലെ തന്നെ പേരൻസിന്റെ കോൺട്രിബ്യൂഷൻ ആണെങ്കിലും അതിന്റെ കുറച്ച് പാർട്ട് അക്സെപ്റ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ നോട്ടീസ് ലഭിച്ച ആ ഒരു എമൗണ്ടിൽ നിന്നും ഏകദേശം 9.25 lakh rupees ഒഴിവാക്കി. അത് അൺഡിസ്ക്ലോസ്ഡ് മണി എന്ന് പറയുന്ന കാറ്റഗറിയിൽ നിന്നും ഒഴിവാക്കി. ബട്ട് സ്റ്റിൽ ബാക്കി ഏകദേശം 4.7 lakh rupees നിലവിൽ എവിഡൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അൺഡിസ്ക്ലോസ്ഡ് മണി എന്ന് പറയുന്ന കാറ്റഗറിയിൽ തന്നെ തുടരുകയാണ്. അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊന്നും സബ്മിറ്റ് ചെയ്യാൻ സാധിച്ചില്ല, നമുക്കത് പ്രൂവ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ടിന് ടാക്സ് ആപ്ലിക്കബിൾ ആണ്. സോ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള ട്രാൻസാക്ഷൻസും IT ഡിപ്പാർട്ട്മെന്റ് മോണിറ്റർ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസും അതുപോലെ തന്നെ ക്യാഷ് രൂപത്തിലുള്ള ക്രെഡിറ്റ് കാർഡിന്റെ ബില്ലിന്റെ റീപേയ്മെന്റും. സോ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് നമ്മുടെ ഫാമിലിയിലുള്ളവർക്കും ഫ്രണ്ട്സിനൊക്കെ ഉപയോഗിക്കാൻ കൊടുത്താലും അതിന്റെ ഒരു പ്രോപ്പർ റെക്കോർഡ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. അവരുമായിട്ടുള്ള ചാറ്റ്, അതേപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ബാങ്കിങ് റെക്കോർഡ്സ്, അതേപോലെ തന്നെ സോഴ്സ്, ഫണ്ടിന്റെ സോഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ ന്യൂസ് അപ്ഡേറ്റ്സ്, ഒരു എംപ്ലോയി, സാലറിയുടെ എംപ്ലോയി 2 അസസ്മെന്റ് ഇയറിലായിട്ട് ഏകദേശം 11.83 lakh rupees ആണ് ക്രെഡിറ്റ് കാർഡ് ബില്ലായിട്ട് പേയ്മെന്റ് ചെയ്തത്. ആദ്യത്തെ അസസ്മെന്റ് ഇയറിൽ ആ ഒരു വ്യക്തി പേ ചെയ്തത് ഏകദേശം 4.55 lakh rupeesന്റെ ക്രെഡിറ്റ് കാർഡ് ബില്ലായിരുന്നു. നെക്സ്റ്റ് അസസ്മെന്റ് ഇയറിൽ ആ ഒരു വ്യക്തി പേ ചെയ്തത് ഏകദേശം 7.28 lakh rupeesന്റെ ക്രെഡിറ്റ് കാർഡ് ബില്ലായിരുന്നു. അപ്പോൾ IT ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹത്തിന്റെ ഇൻകത്തിന്റെ സോഴ്സ് ചോദിച്ചുകൊണ്ടാണ് നോട്ടിഫിക്കേഷൻ അയച്ചത്. അദ്ദേഹത്തിന് ഇൻകത്തിന്റെ സോഴ്സ് ചോദിച്ചുകൊണ്ട് നോട്ടീസ് അയച്ചു. അത് പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ ആ ഒരു വ്യക്തി പരാജയപ്പെട്ടു. അങ്ങനെ ആ ഒരു ഇൻകത്തെ അൺഡിസ്ക്ലോസ്ഡ് ഇൻകമായിട്ട് കൺസിഡർ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഫസ്റ്റ് അപ്പലേറ്റ് അതോറിറ്റിയിലേക്ക് ആ ഒരു കേസ് പോവുകയും അവിടെ ആ ഒരു കേസ് തള്ളപ്പെടുകയും ചെയ്തു. IT ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞതിനെയാണ് ആ ഒരു ട്രൈബ്യൂണൽ അക്സെപ്റ്റ് ചെയ്തത്. ദെൻ ഫസ്റ്റ് അപ്പലേറ്റ് അതോറിറ്റിയിൽ നിന്നും ആ ഒരു കേസ് IT ഡിപ്പാർട്ട്മെന്റിന്റെ അപ്പലേറ്റ് ട്രൈബ്യൂണലിലേക്ക് മൂവ് ചെയ്തു. ആ ഒരു ബെഞ്ച് വിലയിരുത്തിയത് പ്രോപ്പറായിട്ട് ഒരു വെരിഫിക്കേഷനും കാര്യങ്ങളൊന്നും നടത്താതെ ജസ്റ്റ് SFT വഴി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ട്രാൻസാക്ഷൻ ഒന്നും ഇൻകമായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല എന്നാണ്. അതേപോലെ തന്നെ ആ ഒരു നോട്ടീസ് ലഭിച്ച വ്യക്തി അദ്ദേഹത്തിന്റെ സാലറി ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കടം വാങ്ങിയ ഡീറ്റെയിൽസ്, പിന്നെ ഫൈനാൻഷ്യൽ സോഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ നൽകി അതുമായിട്ട് ചെക്ക് ചെയ്യാതെ ജസ്റ്റ് SFT വഴി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു നോട്ടീസ് അയക്കുകയും അത് അൺഡിസ്ക്ലോസ്ഡ് ഇൻകമായിട്ട് IT ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തത്. അതേപോലെ തന്നെ നോട്ടീസ് ചെയ്യപ്പെട്ട മറ്റൊരു കാര്യം, ഈ ഒരു നോട്ടീസ് ലഭിച്ച വ്യക്തി അദ്ദേഹത്തിന്റെ സാലറി ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബാങ്ക് ഡീറ്റെയിൽസ്, മറ്റു ഫണ്ടിന്റെ സോഴ്സും കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നൽകിയിരുന്നു. അങ്ങനെ ഒരു വ്യക്തി നൽകിയ സപ്പോർട്ട് ഡോക്യുമെന്റ്സും കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യപ്പെട്ടില്ല എന്നും ആ ഒരു ബെഞ്ച് വിലയിരുത്തി. അങ്ങനെ ഒരു കേസ് അസസ്മെന്റ് ഓഫീസറിലേക്ക് തിരികെ അയച്ചു. അതിന്റെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടു. സോ ഇതാണ് രണ്ടാമത്തെ കേസ്. സോ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻസ് ഒക്കെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ IT ഡിപ്പാർട്ട്മെന്റ് ഈ പോർട്ടൽ ലോഗിൻ ചെയ്ത് ആദ്യം പറഞ്ഞ രീതിയിൽ SFT ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ AS ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നടത്തിയിട്ടുള്ള ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റും കാര്യങ്ങളൊക്കെ അവിടെ കാണുവാനായിട്ട് സാധിക്കും. സോ നമ്മളുടെ ഡിക്ലെയർഡ് ഇൻകവും അതുപോലെ നമ്മളുടെ ആ ഒരു ക്രെഡിറ്റ് കാർഡ് എക്സ്പെൻസും കാര്യങ്ങളുമായിട്ട് മാച്ച് ചെയ്യപ്പെട്ടില്ലെങ്കിൽ നോട്ടീസ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് ഒഴിവാക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാമെന്ന് അടുത്ത വീഡിയോയിൽ, ഈ ഒരു വീഡിയോയുടെ അടുത്ത പാർട്ടിൽ നോക്കാം. വീഡിയോ ലഭിക്കാനായിട്ട് ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ഹൈപ്പ് ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി